ശ്രീനാരായണ ഗുരുദേവൻ വിളക്ക് തെളിയിച്ചാരംഭിച്ച SNDP യോഗത്തിന്റെ തലപ്പത്ത് ഇനി തുടരാൻ വെള്ളാപ്പള്ളിക്ക് അർഹതയില്ലെന്ന് ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ്. SNDP മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണം നടത്തി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതിനെ തുടർന്ന് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേസിൽ പ്രതികളായി സമുദായത്തെയും സംഘടനയെയും വഞ്ചിച്ച വെള്ളാപ്പള്ളി നടേശനും SNDP യോഗം പ്രസിഡന്റ് MN സോമനും സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥാനം ഒഴിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കുറ്റവാളികളാക്കപ്പെട്ടവർക്ക് SNDP യോഗത്തിന്റെ തലപ്പത്ത് തുടരാൻ യാതൊരു ധാർമ്മികതയുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മൈക്രോ ഫിനാൻസ് കേസിൽ വലിയ തോതിൽ അഴിമതി നടന്നുവെന്ന് അന്വേഷണ പുരോഗതിയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് കോടതി ഉത്തരവിട്ടത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ടിലുള്ളത്. 16 താലൂക്ക് യൂണിയനുകളിൽ തിരിമറി നടന്നതായി അന്വേഷണത്തിൽ വ്യക്തമായി. കൂടാതെ ഫണ്ട് വിനിയോഗ സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും വിജിലൻസ് കണ്ടെത്തി. 6 താലൂക്ക് യൂണിയനുകളിൽ ഭാരവാഹികൾ സ്വന്തം ആവശ്യങ്ങൾക്കായി ഫണ്ട് ഉപയോഗിച്ചതായും അന്വേഷണത്തിൽ വ്യക്തമായി. ചേർത്തല സ്വദേശി MS അനിൽ നൽകിയ പരാതിയെ തുടർന്നാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വിജിലൻസ് SP നടത്തിയ അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷമാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. അന്വേഷണം വൈകരുതെന്നും ഒരു മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. 3 പ്രതികളാണ് കേസിലുള്ളത്. ഒന്നാം പ്രതി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും, രണ്ടാം പ്രതി MN സോമനും, മൂന്നാം പ്രതി KK മഹേഷിനുമാണ്. അതേസമയം KK മഹേഷിനെ പിന്നീട് ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെടുകയായിരുന്നു. ഇത് സംബന്ധിച്ച KK മഹേഷിന്റെ ഭാര്യ നൽകിയ പരാതിയിൽ വെള്ളാപ്പള്ളിയെ പ്രതിയാക്കി കേസെടുത്തിട്ടുമുണ്ടായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.